പൂജ നടത്തി വിവാദത്തിലായ കോഴിക്കോട് നെടുമണ്ണൂർ LP സ്കൂളിലെ PTA യോഗത്തിൽ തർക്കം. മാനേജറുടെ മകനും PTA അംഗങ്ങളും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റം നടന്നു. തൊട്ടിൽപ്പാലം പോലീസ് ഇടപെട്ടാണ് യോഗം പുനരാരംഭിച്ചത്. ഇന്ന് രാവിലെ 9 മണിക്ക് സ്കൂളിൽ സർവകക്ഷി യോഗം ചേരും. ശനിയാഴ്ച സ്കൂൾ തുറന്ന് പ്രവർത്തിക്കും. കോഴിക്കോട് നാദാപുരം നെടുമണ്ണൂർ LP സ്കൂളിലെ സംഘപരിവാറിന്റെ പൂജ വിവാദമായതോടെ വ്യാഴാഴ്ചയും സ്കൂളിന് അവധി നൽകി. പ്രധാനാധ്യാപിക അടിയന്തരമായി വിളിച്ചു ചേർത്ത PTA യോഗത്തിൽ മാനേജർ അരുണ പങ്കെടുക്കാതെ മകനെ അയച്ചത് രക്ഷിതാക്കൾ എതിർത്തതോടെ സംഘർഷാവസ്ഥയായി. മാനേജറുടെ മകനും സംഘപരിവാർ പ്രവർത്തകനുമായ രുതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു സ്കൂളിൽ പൂജ നടത്തിയത്. പോലീസ് ഇടപെട്ട് PTA യോഗം പുനരാരംഭിച്ചു. ഒരിക്കലും നമ്മുടെ കേരളത്തിൽ പോലും കാണാത്ത ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. അതിൻ്റെ ശക്തമായ പ്രതിഷേധം PTA കമ്മിറ്റി എന്നുള്ളതിൽ ഞാൻ ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ സ്കൂൾ നിലനിൽക്കണം എന്നുള്ളത് ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യമാണ്. പക്ഷേ മാനേജറുടെ ഇത്തരത്തിലുള്ള നിലപാടുമായിട്ട് ഒരിക്കലും അംഗീകരിച്ചു പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. വെള്ളിയാഴ്ച സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാനും ശനിയാഴ്ച സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാനും PTA യോഗത്തിൽ തീരുമാനമായി. CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ സ്കൂൾ സന്ദർശിച്ചു. വൈകിട്ട് CPIM നേതൃത്വത്തിൽ സ്കൂൾ പരിസരത്ത് പൊതുയോഗവും സംഘടിപ്പിച്ചിരുന്നു. യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. പൂജ നടത്തിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഓഫീസിന്റെ താക്കോൽ കൈവശം വെച്ചത് അന്വേഷിക്കണമെന്നും പൊതുയോഗം ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, കോഴിക്കോട്.